ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ 2 ദിവസത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ 2 ദിവസം എന്തെല്ലാം കുക്ക് ചെയ്തെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഒരു ലഞ്ച് ബോക്സ് പാക്കിംഗ് വീഡിയോയും, പിന്നെ ഒരു ഉള്ളിക്കറി നമ്മൾ കുക്കറിൽ എങ്ങനെ പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് മുട്ടയില്ല കേട്ടോ, മുട്ടയില്ലാതെ ഉള്ള മുട്ടക്കറി വെക്കുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യമായി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇടണം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയ്ക്കകത്ത് അല്പം വെള്ളത്തിൻ്റെ നനം ഉണ്ടായിരുന്നു, അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായി കേട്ടോ. അപ്പം കറിവേപ്പില ഇടുമ്പം വെള്ളമയം ഇല്ലാതെ ഇടാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതിനകത്തോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുമ്പം പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് വരുമ്പം പൊടികൾ നമ്മൾ ചേർക്കണം. പൊടികൾ സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരു ചിക്കൻ മസാലയുടെ പൊടികൾ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിക്കണം. അല്പം വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ. ഗ്രേവി ടൈപ്പ് വേണ്ടുന്നവർക്ക് പിന്നെ ചാറ് പോലെ വേണമെങ്കിൽ അല്പം വെള്ളവും വെക്കാം. അല്ലാതെ ഇങ്ങനെ റോസ്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ച് കുക്കർ ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നിട്ട് നോക്കുമ്പോൾ ഇതേ പരുവത്തിൽ കിട്ടും. നല്ല സൂപ്പർ മുട്ടക്കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് അല്പം കറിവേപ്പിലയും കൂടി ഇടും. ലാസ്റ്റ് ഞാൻ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പും നോക്കി ഇളക്കി എടുത്ത് തീ ഓഫ് ചെയ്ത് വെക്കും. അപ്പം മുട്ട പുഴുങ്ങിയതും ഉണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ സൂപ്പർ മുട്ടക്കറിയാണ്. അപ്പോൾ എനിക്കിവിടെ മുട്ടയില്ല, അപ്പം ഞാൻ ഉള്ളിക്കറിയായിട്ട് വെച്ചതാണ്. പിന്നെ രാവിലെ തന്നെ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ അടുക്കളയിൽ വന്ന് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുക്കണം കേട്ടോ. അതിനുവേണ്ടി എൻ്റെ പുറകെ വന്ന് ഇങ്ങനെ കരഞ്ഞ് നിൽക്കും. അതുകൊണ്ട് അവരുടെ കാര്യം അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ശല്യവും നമുക്കില്ല. അവരെവിടെയെങ്കിലും പോയിരുന്ന് ഉറങ്ങിക്കോളും. വിശക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മളോട് പുറകെ നടന്ന് ഇതേപോലെ കരയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല, ഏതെങ്കിലും മൂലയിൽ പോയിരുന്ന് ഉറങ്ങും. കൊച്ചുങ്ങളുടെ സ്കൂൾ ബാഗിലോ ഇതുപോലെ കസേരയിൽ ഒക്കെ ഇരുന്നാൽ ഞങ്ങൾ ഉറങ്ങുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ ഒരു സെറ്റുണ്ട്, അതൊരു പഴയ സെറ്റിയാണ്, നമ്മൾ ഇരിക്കാറില്ല. അപ്പോൾ ആ സെറ്റ് ഞങ്ങൾ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കുവാണ്. പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരിയ്ക്കാനും കിടക്കാനും ഒക്കെ വേണ്ടി ഞാൻ ആ സെറ്റ് അവർക്ക് കൊടുത്തേക്കുവാണ്. അപ്പോൾ അന്ന് ദിവസത്തെ പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള കറികളും കൂടെ നമ്മൾ കുക്ക് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു കപ്പയ്ക്ക കിട്ടി. ഞങ്ങൾ കപ്പയ്ക്ക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കപ്പയ്ക്ക, പൊട്ട് കപ്പയ്ക്ക നോക്കി എടുക്കണം, തോരൻ വെക്കാനാണ്. അപ്പോൾ തോരൻ വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ പൊട്ട് കപ്പയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ പിഞ്ച് കപ്പയ്ക്ക, അധികം മൂക്കാത്ത കപ്പയ്ക്ക, അതാ പൊട്ട് കപ്പയ്ക്ക. അപ്പം പൊട്ട് കപ്പയ്ക്ക എടുത്തുകൊണ്ട് വന്ന് അരിഞ്ഞ് വെച്ച്, അപ്പം മീൻകറിക്കുള്ള അരപ്പ്, പിന്നെ തോരനുള്ള അരപ്പ്, പിന്നെ തക്കാളി, പച്ചമുളക്, അങ്ങനെ മീൻ കറിക്കും ആവശ്യമായ സാധനങ്ങൾ എല്ലാം എടുത്ത് ഞാൻ വെച്ചതാണ്. മീൻ അയിലയാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അയില വാങ്ങിച്ചതിൽ 3-4 അയില എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് കുറച്ച് അയില എടുത്ത് മുളക് കറി വെച്ച് ബാക്കി അയില നമുക്ക് തേങ്ങ അരപ്പ് കറി വെക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അപ്പോൾ തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു ശകലം മല്ലിപ്പൊടി ഇടത്തുള്ളൂ, ഇത്രയിട്ട് അരച്ച് വെച്ച തേങ്ങ അരപ്പാണ്. അപ്പോൾ അത് മീനിനകത്തോട്ട് ഒഴിച്ച് പച്ചമുളക്, തക്കാളി എല്ലാം ഇട്ട് ഇളക്കി പല രീതിയിൽ വെക്കും കേട്ടോ മീൻ കറി. ഇങ്ങനെയും വെക്കും, അല്ലാതെ അരപ്പ് തിളച്ചിട്ട് മീൻ കഷ്ണം പറക്കിയിട്ട് അങ്ങനെയും വെക്കും കേട്ടോ. ഞാൻ അപ്പോൾ ഇന്നിങ്ങനെ വെച്ചത്. അപ്പം കപ്പയ്ക്ക അരിഞ്ഞ് വെച്ച കപ്പയ്ക്ക തോരൻ വെക്കാനുള്ള ഇതാണ്. അപ്പോൾ തോരന് ചതച്ച് വെച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പിന്നെ മുളക് എല്ലാം കൂടി ചതച്ചിട്ട് അരപ്പാണ്, തട്ടിയിട്ട് ഇളക്കി അടച്ച് വെച്ച് ഇളക്കി വേവിച്ചെടുക്കും. അപ്പോൾ ആ ഒരു ശകലം വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്കുള്ളത് പച്ചമോരാണ്. അപ്പം പച്ചമോരിനകത്ത് 3 കാന്താരി ചതച്ചിട്ടതും ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത പച്ചമോര്. ഇതേപോലെ മോര് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ തോരൻ വെന്തോന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അവസാനം അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ഇളക്കി ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് മീൻകറിയും കപ്പയ്ക്ക തോരനും പിന്നെ പച്ചമോരും ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ
ഇത്രയുമാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസത്തെ വീഡിയോയാണ്. ഇതിന് ബാലൻസായിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് ഇനി തീ കുറച്ച് വെച്ച് അല്പം പച്ച വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പില അതൊരു വീക്ക്നെസ്സാണ്. എത്ര കറിവേപ്പില ഇട്ടാലും മതി വരത്തില്ല കേട്ടോ. അതാണ് എൻ്റെ സ്വഭാവം. അപ്പം വീട്ടിൽ അത്യാവശ്യത്തിന് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കറിവേപ്പുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് നിന്ന് എടുത്താണ് ഇടുന്നത്. അപ്പം ഓരോ പ്രാവശ്യവും ഞാൻ കറിവേപ്പില വെച്ചുമ്പോഴും മനസ്സ് വിചാരിക്കും, ഇന്ന് ഇത്രയും വെച്ച് ഇനി കുറച്ച് ദിവസം ഞാൻ പിച്ചരുത് എന്നൊക്കെ വിചാരിക്കുമെങ്കിലും പിറ്റേന്ന് പോയി അത് പിച്ചി എടുത്തുകൊണ്ട് വരും. അതാണ് എൻ്റെ ഹോബി. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ അന്ന് കൊച്ചുങ്ങൾക്ക് ലഞ്ച് കൊണ്ടുപോകണമായിരുന്നു കേട്ടോ. സ്കൂളിൽ ലഞ്ച് കൊണ്ടുപോകേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ ഇഡലിയും ചമ്മന്തിയുമാണ് അത് ഉണ്ടാക്കി ഞാൻ വെച്ചു. പിന്നെ മുട്ട പൊരിക്കണം സ്കൂളിൽ കൊണ്ടുപോകാൻ. അപ്പം മുട്ട കലക്കി സവാള ഇട്ട മുട്ടയാട്ടോ. ഇവിടെ മിക്കവാറും സവാള ഇടാത്ത ഉള്ളി ഒന്നും ഇടാത്ത പ്ലെയിനായിട്ടുള്ള മുട്ടയാണ് ഇന്നും പൊരിച്ചുകൊണ്ട് വന്നത്. അത് കഴിച്ച് ഇപ്പം മടുത്ത് ഇപ്പം ഇങ്ങോട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി, എനിക്ക് സവാള ഇട്ട മുട്ട വേണം. സാധാരണ ഇവിടെ സവാള മുട്ടയിൽ കിടക്കുന്ന ഇവിടെ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മോനൊരാഗ്രഹം, അവനൊന്ന് ഇലയിൽ പൊതി കൊണ്ടുപോകണം. എന്നും ലഞ്ച് ബോക്സിൽ കൊണ്ടുപോയിട്ട് അവന് ഇന്ന് പൊതി കൊണ്ടുപോകണമെന്നൊരാഗ്രഹം. അപ്പം നമുക്ക് വാഴയൊന്നുമില്ല ഫ്രണ്ട്സ്. നമുക്ക് ആകപ്പാടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. അവിടെ വാഴയൊന്നും വെക്കാൻ നമുക്ക് സ്ഥലമില്ല. അപ്പം വാഴയിലേക്ക് വളരെ ക്ഷാമമാണ്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു വാഴയില വെട്ടിക്കൊണ്ട് വന്നു. പക്ഷേ അത് മൊത്തം പൊട്ടിപ്പോയി. പിന്നെ ഉള്ളത് വെച്ചൊരു പൊതിച്ചോറങ്ങ് തട്ടിക്കൂട്ടി. അപ്പം ഇന്ന് പൊതിച്ചോറ്, മുട്ട പൊരിച്ചതും ചമ്മന്തിയും നമ്മുടെ അച്ചിങ്ങാപ്പയർ തോരനും പിന്നെ ബീട്രൂട്ട് അല്ല കേട്ടോ, ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയുമാണ്. അപ്പോൾ ഇത്രയും വെച്ച് ഒരു കുഞ്ഞു പൊതിഞ്ഞെടുത്ത് ഫ്രണ്ട്സ്. അപ്പം ഇത്രയും ചെറിയ കുഞ്ഞു പൊതിയാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ പൊതി കെട്ടാനൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ 3 മക്കളുണ്ടല്ലോ. അപ്പം മോന് പൊതി അങ്ങ് കെട്ടി മാറ്റി വെച്ചു. പിന്നെ അവർക്ക് ലഞ്ച് ബോക്സിൽ തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കും ചോറ് ഇട്ടു. അപ്പം അവർക്കും ഇതേപോലത്തെ സെയിം കറിയാണ്. അപ്പം മോനാണെങ്കിൽ സ്കൂളുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ അടുക്കളയിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പറയും കേട്ടോ. എനിക്ക് ആ തോരൻ ഇച്ചിരി മതി, ഇല്ല തോരൻ തോനയും വേണം, മുട്ട പൊരിച്ചത് എന്നും ഉണ്ടെങ്കിലും അവനൊരു പ്രശ്നമില്ല, അവന് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ മൂത്ത മോക്കാണെങ്കിൽ മുട്ട എന്നും കൊണ്ടുപോകുന്നൊന്നും ഇഷ്ടമല്ല. അവൾക്ക് വല്ലപ്പോഴും എങ്ങാനും മതി മുട്ട പൊരിച്ചത്. ഇവരുടെ സ്കൂളിൽ എന്തായാലും നോൺ വെജ് കൊണ്ടുപോകാം. ചില സ്കൂളുകളിലൊന്നും നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് നോൺ വെജൊക്കെ കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ അവർക്ക് മിക്കവാറും മുട്ട പൊരിച്ചതോ മീൻകറി വെച്ചതോ ഒക്കെ ഞാൻ കൊടുത്തു വിടും. അപ്പോൾ ഇന്ന് ഇത് ഡബ് ചെയ്ത് എടുത്ത ദിവസം സ്കൂളുള്ള ദിവസമാണ്. പക്ഷേ ഇത് വോയിസ് കൊടുക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ്. ശനിയും ഞായറും കുട്ടികൾ വീട്ടിലുള്ളപ്പം നമുക്ക് വോയിസ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തെങ്കിലും എത്ര മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ശബ്ദം പുറകിലും അവിടെ ഇവിടെയൊക്കെ വന്ന് നിന്നുണ്ടാക്കും. അപ്പോൾ എന്തെങ്കിലും വോയിസ് കൊടുത്തതിൽ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഫ്രണ്ട്സ്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് അഭിപ്രായം പറയണം. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.